Hello dear students, the next important topic is homomorphic graphs. Homographics means two graphs are said to be homomorphic if one graph can be obtained from the other graph either by the creation of edges in series, that is insertion of vertices of degree 2, or by the merging of two edges in series. ഓക്കെ, രണ്ട് ഗ്രാഫിനെ ഐസോമോർഫിക് എന്ന് പറയണമെങ്കിൽ അതിൽ ഒരു ഗ്രാഫ് നമുക്ക് അനദർ ഗ്രാഫിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തായിരിക്കണം. രണ്ട് മെത്തേഡ് വഴി നമുക്ക് ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് സെക്കൻഡ് ഗ്രാഫിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എഡ്ജ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൽ നമ്മളൊരു വേർട്ടെക്സും കൂടി ഇൻസേർട്ട് ചെയ്ത് രണ്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എഡ്ജസിനെ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ എഡ്ജാക്കും, അല്ലെങ്കിൽ എഡ്ജിനെ മെർജ് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ എഡ്ജാക്കി കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ അങ്ങനെയുള്ള ഗ്രാഫിന് നമുക്ക് ഹോമോമോർഫിക് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ സപ്പോസ് ദിസ് ഈസ് എ ഗ്രാഫ്. അപ്പം ഈ ഗ്രാഫിൽ ഈ ഒരു എഡ്ജസ്, ദാറ്റ് മീൻസ് ഈ രണ്ട് എഡ്ജസിനെ നമുക്ക് ഫ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ വേർട്ടെക്സിനെ റിമൂവ് ചെയ്ത് രണ്ടിനെയും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ എഡ്ജാക്കാം. അങ്ങനെ ഒരു ഹോമോമോർഫിക് ഗ്രാഫ് കിട്ടാം. സോ ഇത് രണ്ടും ഹോമോമോർഫിക് ആണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു എഡ്ജിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് എഡ്ജസ് ആക്കാം. ദാറ്റ് മീൻസ് അവിടെ ഒരു വേർട്ടെക്സും കൂടെ ഇൻസേർട്ട് ചെയ്ത് ഓഫ് ഡിഗ്രി 2. ഇവിടെ നമുക്ക് രണ്ട് വേർട്ടസസ് ഇൻസേർട്ട് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് ഒരു ഹോമോമോർഫിക് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. സോ ഹോമോമോർഫിക് ഗ്രാഫ് മീൻസ് രണ്ട് ഗ്രാഫിനെ ഹോമോമോർഫിക് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ എഡ്ജസിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ എഡ്ജ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു എഡ്ജിൽ തന്നെ വീണ്ടും എഡ്ജസ് ഇൻസേർട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മോർ ദാൻ വൺ എഡ്ജസ് ആക്കുക, അല്ലെങ്കിൽ എഡ്ജസ് ഇൻ സീരീസ് ആക്കണം. ഓക്കെ, ദെൻ ഹോമോമോർഫിക്കിൻ്റെ ഗ്രാഫിൻ്റെ ഡ്യുവൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ ദിസ് എൻ എക്സാമ്പിൾ. ഹിയർ ദിസ് ഇസ് എ ഗ്രാഫ്. ആ ഗ്രാഫിൻ്റെ ഡ്യുവലാണിത്. ഇനി ആ ഗ്രാഫിൽ നമ്മൾ ഹോമോമോർഫിക് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. ഹോമോമോർഫിക് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടുത്തെ സിംഗിൾ ഇൻസൈഡ് ആയിട്ടുള്ള എഡ്ജ് എ, ആ എഡ്ജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് എഡ്ജസ് ആക്കും ബൈ ഇൻസേർട്ടിങ് എ വേർട്ടെക്സ്. നമ്മളൊരു വേർട്ടെക്സ് കൂടി ഇൻസേർട്ട് ചെയ്ത് ആ എഡ്ജിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇവിടെ ഒരു പോയിൻറ്റ് ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഇനി നമ്മളൊരു എഡ്ജും കൂടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ്, അപ്പം നമുക്ക് രണ്ട് റീജിയൻസിനും ഇടയ്ക്ക് മോർ ദാൻ വൺ എഡ്ജസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ രണ്ട് എഡ്ജിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യും. സോ ഇവിടെ ഒരു എ സ്റ്റാർ ആണെങ്കിൽ അവിടെ ആ എ സ്റ്റാറിനെ പാരലായിട്ട് ഒരാളും കൂടെ കാണും. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹോമോമോർഫിക് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു എഡ്ജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ബൈ ഇൻസേർട്ടിങ് എ വേർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോമോമോർഫിക് ഗ്രാഫിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് ഡ്യുവലിൽ നിന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഏത് എഡ്ജിനെയാണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എനെ അല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്, എനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് എൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് എ സ്റ്റാർ ആയിരുന്നു. എന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ എ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഡ്ജും കൂടെ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അതുപോലെ റിവേഴ്സിൻ്റെ കേസിലും നമുക്ക് ഇപ്പോൾ ഇതുപോലൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. ഈ ഗ്രാഫിൽ മിഡിൽ ആയിട്ടുള്ള ആ ഒരു ദീസ് ടു എഡ്ജസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ എഡ്ജാക്കി. ഓക്കെ, സിംഗിൾ എഡ്ജ് ആക്കുമ്പോൾ അതിൻ്റെ ഡ്യുവൽ എങ്ങനെയായിരിക്കണം? നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഏത് എഡ്ജിനെയാണോ നമ്മൾ കമ്പൈൻ ചെയ്തത് ആ എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന, അപ്പോൾ രണ്ട് എഡ്ജിനെ കമ്പൈൻ ചെയ്ത് ഒന്നാക്കുവാണെങ്കിൽ അപ്പോൾ രണ്ട് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പാരലൽ എഡ്ജസ് ആയിരിക്കും ഡ്യുവൽസിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് എഡ്ജിനെ കമ്പൈൻ ചെയ്ത് ഒന്നാക്കുമ്പോൾ അതിൽ ഒരു എഡ്ജിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഹോമോമോർഫിക് ഗ്രാഫ്സിൻ്റെ ഡ്യുവൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ G be a planar graph and G star be dual, A be an edge in G and the corresponding edge in G star be A star. Suppose that if we create an additional vertex in G by introducing a vertex of degree 2 in edge A. എഡ്ജ് എയിൽ നമ്മളൊരു വേർട്ടെക്സും കൂടെ ഡിഗ്രി 2 ഉള്ളൊരു വേർട്ടെക്സും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ എ ബിക്കം ടു എഡ്ജസ് ഇൻ സീരീസ്
ആൻഡ് ഇറ്റ് വിൽ an എഡ്ജ് പാരലൽ ടു എ സ്റ്റാർ ആൻഡ് ജി സ്റ്റാർ. അങ്ങനെ വരുന്ന കേസിൽ ജി സ്റ്റാറിൽ എ സ്റ്റാറിലോട്ട് നമുക്കൊരു എഡ്ജും കൂടെ പാരലായിട്ട് ആഡ് ചെയ്താൽ മതി, നമുക്ക് ഡ്യുവൽ കിട്ടും. Likewise, the reverse process of merging two edges in series to into a single edge will simply eliminate one of the corresponding edges, parallel edges in G star. ഇനി രണ്ട് എഡ്ജസിനെ കമ്പൈൻ ചെയ്ത് ഒന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡ്യുവലിൽ നിന്ന് രണ്ട് പാരലൽ എഡ്ജസിൽ നിന്ന് ഒന്നിനെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. So this if a graph G has a dual G star, the dual of any graph homomorphic to G, ജിക്ക് ഹോമോമോർഫിക് ആയിട്ടുള്ള ഏത് ഗ്രാഫിൻ്റെയും ഡ്യുവൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്താൽ മതി. Okay, thank you.